പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ട്. പക്ഷെ പ്രശ്നങ്ങൾക്കപ്പുറം സന്തോഷം കണ്ടെത്താനുള്ള കരുത്ത് നമ്മൾ കണ്ടുപിടിക്കണം. ജീവിച്ചിരിക്കുക എന്നുള്ളതിനേക്കാൾ മനോഹരമായ ഒരു ഫൈറ്റ് വേറെ നമുക്ക് നടത്താനില്ല, അല്ലേ? സന്തോഷത്തോടെ ജീവിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. എനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ മഴ നനയാതെ മാറ്റി വെക്കുന്നത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ആരും കമന്റ് ചെയ്തത് ആയുഷിന് പുതിയ വീഡിയോ വെച്ചു കൊടുക്കണം, സഹായിക്കണം എന്നൊന്നും. പക്ഷെ കൂടുതലും പേരും കമന്റ് ഇട്ടത് അങ്ങനെയാണ്. പക്ഷെ എന്നോടുള്ള സ്നേഹം കൊണ്ടാവാം നിങ്ങൾ കമന്റ് ഇട്ടത്. പക്ഷെ അത് വേണ്ട, പ്ലീസ്. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും കരുതലിനും ഒത്തിരി നന്ദി. നമ്മൾ ആ വീഡിയോ ഇട്ടത് ഒരു മോട്ടിവേഷൻ ആയിട്ടാണ്. പക്ഷെ എന്ത് പറയാനാ, അതാണ്ട് ഈ ഫ്ലെക്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോയിലാണെങ്കിൽ വീഡിയോ എടുക്കാൻ ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട്. കണ്ടന്റുകൾ തട്ടി വീഴടുത്ത് എണീറ്റ് അടുത്ത കണ്ടന്റ്. പക്ഷെ വീഡിയോ ഇടാത്ത എന്താന്ന് വെച്ചാൽ, വീഡിയോ ഇട്ടാൽ വീഡിയോ കാണിക്കേണ്ടി വരും. അപ്പോൾ ഒരു അടുത്ത കമന്റ്, അയ്യോ ഐഷുവിന് വീഡിയോ വെച്ചു കൊടുക്കണേ, നിങ്ങളൊക്കെ സഹായിക്കണേ, യൂസുഫ് അലി സാറിനെ വിളിക്കണേ, അഭിഷാദ് സാറിനെ വിളിക്കണേ എന്നൊക്കെ. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു മാമനും മാമിയും എന്നെ കാണാൻ വന്നിരുന്നു. അവരുടെ മോളുടെ കല്യാണം വിളിക്കാൻ വന്നതാണ്. അതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ? ആ സന്തോഷം മതി. അപ്പൊ എല്ലാം ശരിയാവും, ആരും വിഷമിക്കണ്ട. ഇന്ന് വൈകിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആവും. വീഡിയോ കാണണം കേട്ടോ. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.